സുഡാൻ കരയുന്നു. സുഡാനിൻ്റെ മക്കൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ കരയുന്നു. സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്നു, ഇപ്പോൾ എന്തേ നിങ്ങൾ മിണ്ടുന്നില്ല? പല വാർത്താ മാധ്യമങ്ങളും മിണ്ടുന്നില്ല. ഫലസ്തീനിൻ്റെ ഷാൾ അണിഞ്ഞുകൊണ്ട് നിങ്ങൾ അവരുടെ പേര് വായിക്കുന്നവിടെ കുഞ്ഞുങ്ങളുടെ, അവിടെ മരണപ്പെട്ട കുട്ടികളുടെയും എല്ലാവരുടെയും പേര് വായിക്കുന്നു. സുഡാൻ എന്തേ നിങ്ങൾക്ക് വേണ്ടേ എന്നുള്ളത്. നമുക്ക് സുഡാനും വേണം, ഉക്രൈനും വേണം, ഫലസ്തീനും വേണം. അവിടെയുള്ള എല്ലാവരും മനുഷ്യർ തന്നെയാണ്. മനുഷ്യർ, നമ്മുടെ വംശം, നമ്മുടെ കുലം, അത് മനുഷ്യകുലമാണ്. ആ മനുഷ്യർ എവിടെ യുദ്ധത്തിൽ പെടുന്നുണ്ടെങ്കിലും, എവിടെ ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിലും ആ മനുഷ്യർക്ക് വേണ്ടി ശബ്ദിക്കും. അതിന് മതം പ്രശ്നമല്ല, രാജ്യം പ്രശ്നമല്ല. അറിയാത്തവർ, അവർക്ക് തീവ്രമായ വർഗീയ ചിന്തകളുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. മുഖ്യധാര മാധ്യമ പ്രവർത്തകന്മാർ കേരളത്തിൽ സുഡാനിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അത് കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിലാണ് പലരും സോഷ്യൽ മീഡിയയിൽ വന്ന് വിഡ്ഢിത്തം പറയുന്നത്. സുഡാനിൻ്റെ പ്രശ്നം ഇന്നും ഇന്നലെയൊന്നും ഉണ്ടായതല്ല. കാലാകാലങ്ങളിലായി സുഡാൻ എന്ന ദാരിദ്ര്യ രാജ്യം, അവിടെ പേരിനും പ്രശസ്തിക്കും വേണ്ടി എല്ലാ രാജ്യങ്ങളിലുള്ളതുപോലെ അവിടെയും ഭരണാധികാരികളുണ്ട്. ആ ഭരണാധികാരികൾ ആ രാജ്യത്തിൻ്റെ ഭരണം നിലനിർത്താൻ വേണ്ടി, അവിടെ തന്നെ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, കുറേ വർഷങ്ങൾക്ക് ഭരിച്ച ഒരു ഭരണാധികാരി, പേര് ഇപ്പോൾ എനിക്കറിയുന്നില്ല. ആ ഭരണാധികാരി ഉണ്ടാക്കിയ ഒരു മിലിറ്ററി ഫോഴ്സാണ് RSF. ആ RSFും ഇപ്പോഴുള്ള ആ മിലിറ്ററി, ഇപ്പോൾ ഭരണത്തിലുള്ള മിലിറ്ററിയും ആ ഭരണാധികാരികളെ, ഇപ്പോഴുള്ള ഭരണാധികാരികളെ പുറത്താക്കുന്നു. അങ്ങനെ ഈ അർദ്ധസൈനിക വിഭാഗമായ RSFും സാപ്പും കൂടി അവിടെ യുദ്ധം ഉണ്ടാകുന്നു. ആ യുദ്ധത്തിൽ പാവപ്പെട്ട ഗോത്രവർഗക്കാരായ ആ മനുഷ്യരെ കൊല്ലുന്നു, പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. ഏത് രാജ്യത്ത് നടന്നാലും, യുദ്ധം നടന്നാലും അതിൽ മരണപ്പെടുന്നത് സാധാരണ ജനങ്ങളാണ്. ഒരു വീഡിയോ, ഒരു കുഞ്ഞിനെ പിടിച്ചുകൊണ്ട്, 2 കുട്ടികൾ കയ്യിലുണ്ട്, പിഞ്ചോമന കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ വെടിയുച്ച കേട്ട് പേടിക്കുന്ന ആ രംഗം ഇന്നലെയും ഇന്ന് 2 ദിവസങ്ങളിലായി പ്രചരിപ്പിക്കുന്നു വാർത്തകളിൽ, ഫേസ്ബുക്കിൽ. നമ്മൾ ഹൃദയവേദകമായ കാര്യങ്ങളാണ്. എവിടെയായാലും, ഉക്രൈനിലായാലും, ഫലസ്തീനിലായാലും, സുഡാനിലായാലും, ലോകത്തിൽ എവിടെ യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ, അവിടെ മനുഷ്യർ കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ, മനുഷ്യത്വമുള്ള ഹൃദയങ്ങൾ തേങ്ങലിലാകും. അവർ ശബ്ദിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തും. അതിന് ആരുടെയും വക്കാലത്ത് വേണ്ട. തീവ്ര ചിന്താക്കാരായ ആൾക്കാർ അവരുടെ പല നേട്ടങ്ങൾക്കും സത്യങ്ങൾ വളച്ചൊടിക്കുന്നു. നമ്മൾ മനുഷ്യർ, നമുക്ക് മതമുള്ളവർക്കും ഇല്ലാത്തവർക്കും, മനുഷ്യർ മരണപ്പെടുന്നുണ്ടെങ്കിൽ, അത് ഏത് രാജ്യത്താണെങ്കിലും, ആഭ്യന്തര കലാപത്തിലാണെങ്കിലും നമ്മുടെ ഹൃദയം തേങ്ങും. അങ്ങനെ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പലരും, ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി, അവൻ്റെ ഭരണം നിർത്താൻ, അവൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ആ പേരിനും പ്രശസ്തിക്ക് വേണ്ടിയും പല കരിനിയമങ്ങളും പല കുപ്രചരണങ്ങളും ഉണ്ടാക്കി അവിടെ യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെപ്പെട്ട ന്യൂനപക്ഷങ്ങളെ അവർ ഇല്ലാതാക്കുന്നു. സുഡാനിലും അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഒരേ മതത്തിൽപ്പെട്ടവർ തന്നെ അതേ മതത്തിൽപ്പെട്ടവരെ കൊല്ലുന്നു. അവർക്ക് മതമല്ല പ്രശ്നം, അവരുടെ പേരും പ്രശസ്തിയും അവരുടെ ഭരണവുമാണ് പ്രശ്നം. അത് ഇസ്രായേലായാലും, ഇസ്രായേലിനും മുസ്ലിങ്ങളുണ്ട്, എല്ലാ മതക്കാരുമുണ്ട്, 20 ലക്ഷത്തോളം മുസ്ലിങ്ങളുണ്ട്. അവർ സുഖസൗകര്യത്തോടെ അവിടെ ജീവിക്കുന്നു. പക്ഷേ അവർ അത് ചിന്തിക്കുന്നില്ല. നമ്മൾ ഈ ഇസ്രായേൽ എന്ന രാഷ്ട്രം അത് അധിനിവേശ രാഷ്ട്രമെന്ന് അവർ ചിന്തിക്കുന്നില്ല. ഞങ്ങൾ വന്ന് ഇവിടെ കയ്യേറിയവരാണെന്ന് അവർ ചിന്തിക്കുന്നില്ല. അവരുടെ സുഖസൗകര്യത്തിൽ അവർ അർമാദിച്ച് ജീവിക്കുന്നു. അങ്ങനെ എവിടെയും യുദ്ധം നടന്നാലും സ്വന്തം കാര്യം മാത്രം ചിന്തിച്ച്, സ്വന്തം ജീവിതം മാത്രം ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതി എന്നുള്ള ചിന്താഗതിക്കാരാണ് പലരും. അത് നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അത് സാഹിത്യത്തിലൂടെ, ഇങ്ങനെയുള്ള വാർത്തകളിലൂടെ, നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ശബ്ദിക്കുന്നു. അത് ശബ്ദിച്ചു കൊണ്ടേയിരിക്കും. അതിനാരുടെയും വക്കാലത്ത് വേണ്ട. ഈ രാത്രി നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് സുഡാനിൻ്റെ കരച്ചിൽ കേട്ടി സഹിക്കാൻ പറ്റാതെയാണ്. ലോകത്ത് ഏത് കോണിൽ മനുഷ്യർ അവർ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ, അവർ അടിച്ചമർത്തപ്പെടുകയാണെങ്കിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അതിനു വേണ്ടിയാണ് ഈ സോഷ്യൽ മീഡിയ. പല കോപ്രായങ്ങളും കാണിക്കുന്നു, നമ്മളും കാണിക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യവും ദുഃഖവും കാണുമ്പോൾ, പച്ചയായ ഹൃദയം കൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് അതിനെ സഹിക്കാൻ പറ്റുകയില്ല. നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും.
സംസാരിക്കുന്നു, ഇനി സംസാരിച്ചു കൊണ്ടേയിരിക്കും. സുഡാനിലുള്ളവർക്ക് അവിടെ യുദ്ധം നിർത്തിക്കൊണ്ട് അതിൻ്റെ പിറകിൽ കളികളുണ്ട്. സാമ്രാജ്യത്വ ശക്തികൾ അവിടെ ഉന്നം വെക്കുന്നുണ്ട്. ഈ സുഡാൻ എന്ന രാജ്യം, അവിടെ ഭൂമിക്കടിയിൽ സ്വർണങ്ങളുണ്ട്, സ്വർണ്ണഖനികളുണ്ട്. അതിനെ കണ്ണും വെച്ച് അവിടെ നടക്കുന്ന യുദ്ധങ്ങളിൽ കൊല്ലപ്പെടുന്ന ആ കറുത്ത കുഞ്ഞുങ്ങൾ, അവർ ആ കറുത്ത മുത്തുകളാണ്. വെളുത്തവരെന്നോ വർണ്ണങ്ങളില്ല, നമുക്ക് മനുഷ്യർ എന്ന ഒരു ചിന്ത മാത്രം. അവിടെ മരണപ്പെടുന്നത് കറുത്തവരാണെങ്കിലും ഏത് നിറക്കാരാണെങ്കിലും അവരുടെ ആ കഥന നമ്മുടെ ഹൃദയങ്ങളെ തേങ്ങലിലാക്കുന്നു. സ്വർണ്ണക്കനി ആഗ്രഹിച്ചുകൊണ്ട് ഈ സാമ്രാജ്യ ശക്തികൾ അമേരിക്കയുടെയും UAE ഒക്കെ പേര് പറയുന്നു. യാഥാർത്ഥ്യം എന്തെന്നറിയില്ല. അവിടെ യുദ്ധങ്ങൾ നടക്കുമ്പോൾ കണ്ണും അടച്ചു നിൽക്കുന്ന, ആ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന ആ ഫോഴ്സിന് യുദ്ധക്കോപ്പുകൾ കൊടുക്കുന്നത് UAE ആണെന്ന് പറയുന്നു. അമേരിക്കയൊക്കെ അതിൽ കണ്ണുവെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എന്ത് കണ്ണുവെച്ചാലും മരണപ്പെടുന്നത് സാധാരണ സിവിലിയന്മാരാണ്. പലസ്തീനിൽ മരണപ്പെടുന്നത് പോലെ, ഉക്രൈനിൽ മരണപ്പെടുന്നത് പോലെ സുഡാനിലും മരണപ്പെടുന്നു. അതിന് മതമില്ല. ആ രാഷ്ട്രീയത്തിലുള്ള ആഭ്യന്തര പ്രശ്നമാണ്. അവിടെ മരണപ്പെടുന്നത് സാധാരണ ജനങ്ങളാണ്. മരണപ്പെടരുതേ, അവർക്ക് ആ യുദ്ധങ്ങൾ അവസാനിച്ച് സമാധാനം പുലരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അങ്ങനെയുള്ള സമാധാന പുലരി ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ആ സമാധാന പുലരി അവർക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും.